കൈക്കോട്ടും പാളയുമായി പറമ്പിലേക്കിറങ്ങി. ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. വേനൽക്കാല ആരംഭത്തിൽ തന്നെ സാധാരണ ഈ പണി ചെയ്യുന്നതാണ്. എന്നാൽ ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് മനഃപൂർവ്വം വഹിച്ചതാണ് ഞാൻ ഈ പണി. എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, മഞ്ഞൾ കിളച്ചെടുക്കണം. അത് പുഴുങ്ങി ഉണക്കണം, പൊടിപ്പിക്കണം. നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ മഞ്ഞളുണ്ട്. അത് ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്തെടുക്കുന്ന ഒന്നുമല്ല. വർഷങ്ങളായി പറമ്പിൽ എന്നും ഉണ്ടാവുന്നതാണ്. ഈ മഞ്ഞൾ ഓരോ വർഷവും മുഴുവനായൊന്നും കിളച്ചെടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഉണങ്ങിയും മുളച്ചും പെരുകിയും ഒക്കെയായി പറമ്പിൽ എല്ലാ സമയത്തും മഞ്ഞൾ യഥേഷ്ടം കാണും. ഏരിമാടി മഞ്ഞൾ വെക്കാറൊന്നുമില്ല. അത് അതിൻ്റെ ഇഷ്ടത്തിന് മുളയ്ക്കും, വളരും, ഉണങ്ങും. നമ്മളതിന് ആവശ്യത്തിന് വേണ്ടത് മാത്രം എടുത്ത് കിളച്ചെടുക്കും. അതും മണ്ണിൽ ആഴത്തിലൊന്നും ആയിരിക്കില്ല മഞ്ഞളുണ്ടാവുക. മണ്ണിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ മുളച്ചെടുക്കും. വെറുതെ ഒന്ന് കൈക്കോട്ടും കൊണ്ട് കൊത്തിയെടുത്താൽ തന്നെ മഞ്ഞളെല്ലാം അടർന്നു കിട്ടും. അതുമാത്രമല്ല, നമ്മുടെ ഈ ഭാഗത്ത് മണ്ണിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മുറക്കമില്ലാത്ത ഒരു അയഞ്ഞ കറുത്ത മണ്ണാണ് നമ്മുടെ ഈ ഭാഗത്ത്. കൃഷികൾക്കൊക്കെ അനുയോജ്യമായ മണ്ണാണ്. കൃഷിയെക്കുറിച്ച് അന്തവും കുന്തവും ഇല്ലാതിരുന്ന ഞാൻ ഇവിടെ വന്ന് കൃഷിയെക്കുറിച്ച് കുറച്ചൊക്കെ അറിഞ്ഞു. അതൊക്കെ ഇഷ്ടത്തോടെ ചെയ്യാനുള്ള ആഗ്രഹമായി. അങ്ങനെ ഞാനും ഒരു കൊച്ചു കൃഷിക്കാരിയായി. കൂടുതലൊന്നും ഇല്ലെങ്കിലും സ്വന്തം ആവശ്യങ്ങൾക്കെങ്കിലും കുറേയൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞളൊക്കെ കിളച്ചെടുത്തിട്ടുണ്ട്. അത് നാര് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ. പിന്നെ മഞ്ഞൾ കിളച്ചാൽ അതിൻ്റെ തള്ള മഞ്ഞൾ ഞങ്ങൾ പൊടിപ്പിക്കാനായി എടുക്കാറില്ല. പിള്ള മഞ്ഞളാണ് കൂടുതലായും ഞങ്ങൾ പൊടിപ്പിക്കാറ്. ഇതിൽ തള്ള മഞ്ഞളാണോ പിള്ള മഞ്ഞളാണോ നല്ലത് എന്ന് എനിക്കറിയില്ല. പിള്ള മഞ്ഞളാണ് സാധാരണ എടുക്കാറ്. മഞ്ഞൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അരികത്തൊരു വില്ലൻ. ദാ ഒരു പഴുതാര. ഇവനെ അങ്ങ് മാറ്റിയിട്ടില്ലെങ്കിൽ ഇവൻ്റെ കുത്തുകൊണ്ട് എനിക്ക് പണി കിട്ടും. ഇവിടെ ഇവനെ പഴുതാര എന്നും കരിക്കൊർണ എന്നൊക്കെയാണ് പറയാം. പഴുതാരയെ അങ്ങ് മാറ്റിയിട്ടു. എൻ്റെ ജോലി തുടർന്നു. വേണ്ട മഞ്ഞൾ കിളച്ചെടുത്തു. അതെല്ലാം നാരെല്ലാം കളഞ്ഞ് പാളയിലാക്കി. ഇനി പുഴുങ്ങിയെടുക്കണം. അതിനായി ആദ്യം ഇതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കണം. ഈ മഞ്ഞൾ പുഴുങ്ങുന്നതിന് ഒരു നേരവും കാലവും ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് വെളുത്ത പക്ഷത്തിലാണത്രേ ഈ മഞ്ഞൾ കിളച്ച് പുഴുങ്ങി ഉണക്കി വയ്ക്കുക. കറുത്ത പക്ഷത്ത് ഈ പണികളൊക്കെ ചെയ്താൽ ഉറക്കുത്തുമെന്നാണ് പറയാറ്. ഞാൻ പറയുന്നതല്ല, ഇവിടുത്തെ അച്ഛനും അമ്മയും ഉണ്ടാകുന്ന സമയത്ത് ഈ വക പണികളൊക്കെ ചെയ്യുമ്പോൾ കറുത്ത വാവും വെളുത്ത വാവും ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അവരില്ലുണ്ടായപ്പോഴും അവർ തുടർന്നു വന്ന രീതി തന്നെയാണ് ഞാനും തുടർന്നു വരുന്നത്. അപ്പോൾ കിളച്ചെടുത്ത മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകി കൊട്ടയിൽ വാരി വയ്ക്കാം. ഇതിനെ ഇനി പുഴുങ്ങിയെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകുമ്പോഴേക്കും പുഴുങ്ങാനുള്ള പരിപാടി നോക്കാം. അടുപ്പിലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. വിറകും ചിരട്ടയും ചകിരിയും ഒക്കെ ഇട്ട് കത്തിച്ചപ്പോൾ വെള്ളം പെട്ടെന്ന് തന്നെ തിളക്കാറായി. തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് കഴുകി വെച്ച മഞ്ഞൾ ഇട്ട് കൊടുക്കുകയാണ്. ശ്രദ്ധിച്ച് വേണം ഇടാൻ, അല്ലെങ്കിൽ കയ്യിലൊക്കെ ചുടുവെള്ളം തെറിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പതുക്കെ കൊട്ടട്ടെ. പിന്നെ നമ്മൾ കിളച്ചെടുത്ത മഞ്ഞൾ ഒറ്റ തവണ പുഴുങ്ങിയെടുക്കാൻ പറ്റില്ല. അത്രയും മഞ്ഞൾ ഈ പാത്രത്തിൽ കൊള്ളില്ല. അതുകൊണ്ട് 2 തവണയായാണ് മഞ്ഞൾ പുഴുങ്ങുന്നത്. വേകാൻ വെച്ച മഞ്ഞൾ കുറേശ്ശെ തിളവരാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായി തീ കത്തിച്ചാലേ മഞ്ഞൾ വേഗം തിളച്ച് കിട്ടുകയുള്ളൂ. തീ നന്നായി കത്തിച്ചപ്പോൾ മഞ്ഞൾ പെട്ടെന്ന് തിളച്ചിട്ടുണ്ട്. മഞ്ഞൾ വേവുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് നേരം മഞ്ഞൾ വേവിക്കാൻ പാടില്ല. മഞ്ഞൾ ഒരുപാട് വെന്താൽ അതിൻ്റെ ഗുണം കുറയുമത്രേ. മഞ്ഞളിന് ഔഷധ ഗുണം നൽകുന്ന കുർക്കുമിൻ നഷ്ടമാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തിള വന്നതും തന്നെ മഞ്ഞൾ കോരിയെടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞളിൻ്റെ വേവ് പാകമായത് മഞ്ഞൾ പൊട്ടിച്ചു നോക്കിയാൽ അറിയാൻ കഴിയും. മഞ്ഞൾ പൊട്ടിച്ചാൽ അതിനുള്ളിൽ നാര് പോലെ വരുന്നത് കാണാൻ കഴിയും. അതാണ് ഇതിൻ്റെ പാകം. ഈർക്കിള കൊണ്ട് കുത്തി നോക്കിയാലും വേവിൻ്റെ പാകം മനസ്സിലാകാം. ഒരു തവണ വേവിച്ച മഞ്ഞൾ കോരി മാറ്റി അതേ വെള്ളത്തിൽ ബാക്കിയുള്ള മഞ്ഞൾ വീണ്ടും വേവിക്കുന്നുണ്ട്. അത് വെന്ത് വരുമ്പോഴേക്കും ആദ്യം വേവിച്ച് മാറ്റി വെച്ച മഞ്ഞൾ ഉണങ്ങാനായിട്ട് ഇടാം. ഷീറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാറിയ മഞ്ഞൾ ഷീറ്റിൽ വിടർത്തിയിടാം. രണ്ടാമത് വേവിച്ച മഞ്ഞളും ഷീറ്റിൽ പരത്തിയിടുന്നുണ്ട്.
ഇനി ഇതെല്ലാം നന്നായി ഉണങ്ങട്ടെ. സാധാരണഗതിയിൽ മഞ്ഞൾ ഉണങ്ങാൻ കുറേ ദിവസമെടുക്കും. പുഴുങ്ങിയിട്ടപ്പോൾ ഇത്രയൊക്കെ മഞ്ഞളുണ്ടെങ്കിലും ഇതൊക്കെ ഉണങ്ങി വരുമ്പോൾ നന്നായി കുറയും. നമ്മൾ പുഴുങ്ങിയെടുത്ത മഞ്ഞളിൻ്റെ 1/4 ഭാഗമായി കുറയും ഇതെല്ലാം ഉണങ്ങി വരുമ്പോൾ. മഞ്ഞളിൻ്റെ ഗുണം നഷ്ടപ്പെടാതെ കിട്ടാൻ പുഴുങ്ങാതെ മഞ്ഞൾ ഉണക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പുഴുങ്ങി ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു 10 ദിവസത്തിൽ കൂടുതൽ മഞ്ഞൾ വെയിലത്തിട്ട് ഉണക്കിയപ്പോൾ ഇതാ 2 കുട്ട മഞ്ഞൾ ഉണ്ടായിരുന്നത് 1/2 കുട്ട മഞ്ഞളായി. നേരത്തെ പറഞ്ഞ പോലെ 1/4 ഭാഗം. ഇത്രയും മഞ്ഞളൊന്നും നമ്മൾക്കിവിടെ ആവശ്യമില്ല. കുറച്ച് വീട്ടിലേക്കും ചേച്ചിമാർക്കും ഒക്കെ കൊടുക്കും. പിന്നെ തണുപ്പ് തട്ടാതെ പാത്രത്തിൽ വൃത്തിയായി സൂക്ഷിച്ചു വയ്ക്കും. വേണ്ടത് മാത്രം പൊടിച്ചെടുക്കും. 2 തവണയായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഒരു തവണ കുറച്ച് ഞാൻ പൊടിച്ച് കുപ്പിയിലാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ഞളുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക്